ലോകത്തിലെ ആറാമത്തെ വലിയ നാവികസേനയുടെ ഉടമയായി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് മാറിയെന്ന് കേട്ടാൽ അത്ഭുതകരമായി തോന്നാം. ചരിത്രത്തിലെ ഈ നിർണായക സംഭവത്തിന് വഴിയൊരുക്കിയത് 1959 മോസ്കോയിൽ നടന്ന ഒരു സാംസ്കാരിക മേളയിലാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ തന്റെ സോവിയറ്റ് കൗണ്ടർപാർട്ട് നിക്കിത ക്രൂഷവിന് ഒരു ഗ്ലാസ് പെപ്സി ഓഫർ ചെയ്തു. പെപ്സിയുടെ രുചി ക്രൂഷവിനെ വല്ലാതെ ആകർഷിച്ചതോടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയുടെ വാതിലുകൾ പെപ്സിക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. ഇരു രാജ്യങ്ങൾക്കും ഡോളർ റൂബിൾ നാണയവിനിമയം അസാധ്യമായിരുന്നതിനാൽ സോവിയറ്റ് വോഡ്ക അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു ബാർട്ടർ കരാറിലാണ് വ്യാപാരം ആരംഭിച്ചത്. 1980കളിൽ രാഷ്ട്രീയ പിരിമുറുക്കങ്ങളും വ്യാപാര തടസ്സങ്ങളും രൂക്ഷമായപ്പോൾ നിലവിലുള്ള ഉടമ്പടിയിൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമായി വന്നു. പുതിയ ഉടമ്പടിയിൽ പെപ്സിക്ക് ലഭിച്ചത് 17 സോവിയറ്റ് അന്തർവാഹിനികളും 3 യുദ്ധക്കപ്പലുകളുമായിരുന്നു. ഈ വിചിത്ര കൈമാറ്റമാണ് പെപ്സിയെ ലോകത്തിലെ ആറാമത്തെ വലിയ നാവികസേനയുടെ ഉടമകളാക്കിയ എന്ന രാഷ്ട്രീയ തമാശയ്ക്ക് ആധാരം.